70-കൾ മുതൽ മലയാളത്തിലെ ചലച്ചിത്ര സംഗീതം സമ്പന്നമായി തുടങ്ങി. അതിമനോഹരങ്ങളായ പാട്ടുകൾ ഒന്നിനു പുറകെ ഒന്നായി വിവിധ സംഗീത സംവിധായകരുടെ കീഴിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ പാട്ടുകളൊക്കെ കേട്ടിട്ട് ഇങ്ങനെ അമ്പരന്ന് നിൽക്കുന്ന ജനങ്ങൾക്ക് എങ്ങനെയാണ് ഈ പാട്ട് റെക്കോർഡ് ചെയ്യപ്പെടുന്നത്, എങ്ങനെയാണ് സ്റ്റുഡിയോയിൽ ഈ പാട്ട് ജനിക്കുന്നത് എന്ന് കാണാൻ ഒരു അവസരം ഉണ്ടാക്കി കൊടുത്ത ചിത്രമാണ് ഭാര്യമാർ സൂക്ഷിക്കുക. വയലാർ ദേവരാജൻ കൂട്ടുകെട്ട് പോലെ തന്നെ ശക്തമായ മറ്റൊരു കൂട്ടുകെട്ടാണ് ശ്രീകുമാരൻ തമ്പി ദക്ഷിണാമൂർത്തി കൂട്ടുകെട്ട്. അതിൽ ജനിച്ച ഒരു പ്രശസ്തമായിട്ടുള്ള ഗാനമാണ് വൈക്കത്തഷ്ടമി നാളിൽ. ഇതിൻ്റെ ചില പ്രത്യേകതകളുണ്ട് ഈ പാട്ടിന്. അത് ഒന്നാമത് ദക്ഷിണാമൂർത്തി ചെയ്തിട്ടുള്ള ഒരു ഫോക്ക് ടച്ചുള്ള ഗാനം, പിന്നൊന്ന് ശ്രീകുമാരൻ തമ്പി സാറിൻ്റെ മിക്ക ഗാനങ്ങളിലും കാണാം സ്ഥലപ്പേരുകളുടെ ഒരു കടന്നുകയറ്റമുണ്ട്. മിക്ക തെക്കൻ തിരുവിതാംകൂറിലെ ഒരുപാട് സ്ഥലപ്പേരുകൾ അദ്ദേഹം യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു ഇതാണ് വൈക്കത്തഷ്ടമി നാളിൽ നിന്ന് ആദ്യ ഇതിൽ തന്നെ കാണുന്നത്. ഈ സേതുമാധവൻ സാറിൻ്റെ പടത്തിൽ സത്യത്തിൽ ശ്രീകുമാരൻ തമ്പി ദക്ഷിണാമൂർത്തി ടീം അധികം ഒരുപാട് പാട്ടുകൾ അവർ ചെയ്തിട്ടില്ല, പക്ഷെ ചെയ്തതൊക്കെ വളരെ മനോഹരമായിരുന്നു. അതിലൊന്നാണ് ചന്ദ്രികയിൽ അലിയുന്ന ചന്ദ്രകാന്തം, ഭാര്യമാർ സൂക്ഷിക്കുക എന്ന് പറയുന്ന സിനിമയിൽ. അത് രണ്ടുപേരും പാടിയിരിക്കുകയാണ്. ഒന്ന് എം രാജയും ദാസേട്ടനും പി ലീലാമ്മയും. ശ്രീകുമാരൻ തമ്പി സാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, തമിഴിലെ സൂപ്പർ ഹിറ്റായ ഒരു പാട്ടിൻ്റെ ഈണം ആണ് സ്വാമിയോട് ആവശ്യപ്പെട്ടത്, ഈ ഈണത്തിൽ ആയാലോ. സ്വാമി അത് വളരെ ബുദ്ധിപൂർവ്വം ആ ഈണത്തിൻ്റെ ഛായ മാത്രം അവിടെ നിർത്തിക്കൊണ്ട് അതിൽ നിന്ന് തികച്ചും സ്വതന്ത്രമായ രീതിയിൽ ചിട്ടപ്പെടുത്തി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ മഹത്വമായിട്ട് നമുക്ക് തോന്നുന്നത്. അപ്പം തന്നനന താനന താനാന താനന താര താര ഇങ്ങനെ സ്പീഡായിട്ട് പോകുന്ന ഒരു തമിഴ് പാട്ടിനെ എടുത്ത് ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്തം നിൻ ചിരിയിലലിയുന്നിൻ ജീവരാഗം ഏറ്റവും പ്രണയാർദ്രമായി അദ്ദേഹം ചിട്ടപ്പെടുത്തി. അതുതന്നെയാണ് ഈ പാട്ട് എന്നും നമ്മുടെ മനസ്സിൽ മരിക്കാതെ നിലനിൽക്കാനുള്ള കാരണം. താരകയോ നീലത്താമരയോ നിൻ താരണി കണ്ണിൽ കതിർ ചൊരിഞ്ഞു, പോയ ജന്മപുണ്യമോ നിൻ മാനസത്തിൽ പ്രേമമധു പകർന്നു, ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്തം നിൻ ചിരിയിലലിയുന്നെൻ ജീവരാഗം. മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ യക്ഷി എന്ന നോവൽ സിനിമയാക്കാനായി മലബാറിൽ നിന്ന് ഒരു ബിസിനസ്സുകാരൻ തയ്യാറായി അദ്ദേഹവുമായി മദ്രാശിയിലെത്തി. സേതുമാധവനെ കാണുന്നു, പ്രധാനപ്പെട്ട നടീനടന്മാരെ കാണുന്നു, കാര്യങ്ങൾ സംസാരിക്കുന്നു, അവർക്കൊക്കെ അഡ്വാൻസും കൊടുത്ത് മറ്റ് കാര്യങ്ങൾ പൂർത്തിയാക്കി തിരിച്ചു പോകാനായി പ്രൊഡ്യൂസർ മദ്രാശിയിൽ തങ്ങി. മലയാറ്റൂർ മടങ്ങിപ്പോയി. പക്ഷേ സിനിമയിലെ അന്നും ഇന്നും സജീവമായി പ്രവർത്തിക്കുന്ന ഒരു വിഭാഗമുണ്ട്, എന്തിനേയും തകിടം മറിക്കുന്ന ഒരു വിഭാഗം. അന്ന് ആ വിഭാഗം ഭംഗിയായി നിർമ്മാതാവിനെ വശീകരിച്ച് വല്ല കാര്യമുണ്ടോ സിനിമയിൽ വന്ന് ഈ പണമൊക്കെ ഇറക്കി, ഇതൊക്കെ എവിടെ ശരിയാകാൻ പോകുന്നു, യക്ഷി സിനിമ അതൊരു വൃത്തികെട്ട ഒരു മുഖം വികൃതമായ ഒരു പ്രൊഫസറുടെ കഥ എന്നൊക്കെ പറഞ്ഞു നിർമ്മാതാവിനെ നിരുത്സാഹപ്പെടുത്തിയെന്ന് മാത്രമല്ല നെക്സ്റ്റ് ഡേ അദ്ദേഹം സ്ഥലം വിടുകയും ചെയ്തു. ഇങ്ങനൊരു സംഭവം നിൽക്കുമ്പോഴാണ് എം.ഒ. ജോസഫ് എന്ന നിർമ്മാതാവ് സ്വന്തമായി ഒരു നിർമ്മാണ കമ്പനി ആരംഭിക്കുന്നതിനെക്കുറിച്ചും ഒരു സിനിമ എടുക്കുന്നതിനെക്കുറിച്ചും ആലോചിച്ച് നമ്മുടെ സേതുമാധവൻ സാറിനെ സമീപിക്കുന്നു. അദ്ദേഹം യക്ഷിയെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ തന്നെ രണ്ടാളും ചേർന്ന് വീണ്ടും മലയാറ്റൂരിനെ കാണുകയും യക്ഷിയുടെ അവകാശം വാങ്ങുകയും യക്ഷി എന്ന സിനിമ യാഥാർത്ഥ്യമാവുകയും ചെയ്തു. നമ്മുടെ ഭാഗ്യം നല്ല ഇഷ്ടപ്പെട്ട പാട്ട് ഉണ്ടാക്കാൻ പറ്റിയതുള്ളൂ. അത് ചില്ലറ ഭാഗ്യമല്ല, കാശ് ചിലവാക്കിയാലും കിട്ടുന്ന ഭാഗ്യമല്ല. സ്വർണ്ണ ചാമരം വീശിയെത്തുന്ന സ്വപ്നമായിരുന്നെങ്കിൽ ഞാൻ, സ്വർഗസീമകളും അവയ്ക്കുന്ന സ്വപ്നമായിരുന്നെങ്കിൽ ഞാൻ, ഹർഷലോലനായി നിത്യവും നിന്റെ ഹംസതൂലികാശയ്യയിൽ വന്നു പൂവിടുമായിരുന്നു ഞാൻ എന്നും ഈ പർണശാലയിൽ.
ആ വരികളോട് കൂടി അല്ലാതെ ഈ ഈണം മാത്രമായിട്ട് ഇന്ന് വരെ ഒരാളും പാടി ഞാൻ കേട്ടിട്ടില്ല. അതിൻ്റെ അർത്ഥം ആ കവിതയായിട്ട് നമ്മുടെ മനസ്സിൽ പതിഞ്ഞു എന്നാണ്. ഈണമായിട്ട് അതിനൊരിക്കലും നമ്മുടെ മനസ്സിലൊരു എക്സിസ്റ്റൻസ് ഇല്ല. അതുതന്നെയാണ് ആ ഈണവും അതിൻ്റെ കവിതയും തമ്മിലുള്ള ഏറ്റവും വലിയ യോജിപ്പ്. ഗായകാനിൻ വിപഞ്ചികയിലെ ഗാനമായിരുന്നെങ്കിൽ ഞാൻ ഗായികേ നിൻ വിപഞ്ചികയിലെ ഗാനമായിരുന്നെങ്കിൽ ഞാൻ താവകാങ്കുലിലാളിതമൊരു താളമായിരുന്നെങ്കിൽ ഞാൻ കൽപ്പനകൾ ചിറകണിയുന്ന പുഷ്പമംഗല്യരാത്രിയിൽ വന്നു ചൂടിക്കുമായിരുന്നു ഞാൻ എന്നിലെ രാഗമാലിക. KT മുഹമ്മദിൻ്റെ വളരെ പ്രശസ്തമായ ഒരു നാടകമാണ് കടൽപ്പാലം. കൊല്ലത്തെ കാളിദാസ കലാകേന്ദ്രം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അവതരിപ്പിച്ച് വളരെ ഗംഭീരമായി അവതരിപ്പിച്ച് വിജയിപ്പിച്ചൊരു നാടകം. അതാണ് തിരക്കഥ തയ്യാറാക്കി KT മുഹമ്മദും സേതുമാധവൻ സാറും ചേർന്ന് കടൽപ്പാലം എന്ന ചിത്രത്തിന് പശ്ചാത്തലമൊരുക്കിയ സംഭവം. മഞ്ജുലാസ് പടം നിർമ്മിക്കുന്നു. സത്യൻ സാർ അതിൽ 2 വേഷമാണ്. അച്ഛൻ്റെയും റിട്ടയേർഡ് ജഡ്ജിയുടെ വേഷവും മൂത്ത മകൻ്റെ വേഷവും. അതിൽ നമ്മുടെ കേരള സർക്കാരിൻ്റെ ആദ്യത്തെ സംസ്ഥാന അവാർഡ് പ്രഖ്യാപനത്തിൽ കടൽപ്പാലത്തിലെ പി ലീല പാടിയ ഉജ്ജയിനിയിലെ ഗായികയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഗായികയാണ് ലീലാമ്മ. ലീലാമ്മയുടെ വളരെ അപൂർവ സുന്ദരമായിട്ടുള്ള ഗാനങ്ങളിൽ ഒരു എന്താ പറയുന്നത്, ഒരു രത്നക്കല്ലെന്ന് വേണമെങ്കിൽ പറയാം. അതിന് സമാനമായിട്ടുള്ള നല്ലൊരു ഭാവഗാനമാണ് ഉജ്ജയിനിയിലെ ഗായിക എന്നത്.